മുസ്ലിമായി മരിക്കാൻ കൊതിക്കുന്നവരും അതിനായി പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മൾ. തവഫനീ മുസ്ലിമൻ, ഇസ്ലാമിലായി മരിപ്പിക്കണമേ. ഇസ്ലാം അള്ളാഹു നൽകിയ ദീനാണ്, മതമാണ്. എന്നും രാവിലെ നമ്മളെക്കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കുകയാണ്, റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ വബിൽ ഇസ്ലാമി ദീനൻ. അള്ളാഹിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടുക മാത്രമല്ല, ഇസ്ലാമിനെ മതമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു നമ്മളെക്കൊണ്ട് എല്ലാ ദിവസവും പറയിപ്പിക്കുന്നുണ്ട്. എന്താണ് സഹോദരങ്ങളെ ദീനിനെ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ? ദീനിനെ ശരിയായി പഠിക്കണം, ദീനിനെ ശരിയായി മനസ്സിലാക്കണം. ദീന് മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിൽ നിന്നാണ്. ആദ്യത്തെ 2 പ്രമാണങ്ങളാണ് ഖുർആനും സുന്നത്തും. ഇതിൽ നിന്ന് അകന്നു പോയതാണ് നമ്മുടെ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണവും പ്രതിസന്ധിയും. 2 വിഭാഗം ആളുകളെ, 2 തരക്കാരെ നമുക്ക് കാണാം. ഒന്ന്, 2ാം പ്രമാണമായ ഹദീസുകളെ നിർമ്മിച്ചുണ്ടാക്കി ഈ മതത്തെ വ്യാഖ്യാനിക്കുന്നവർ, ദുർബലമായ ഹദീസുകളെ പ്രമാണമാക്കുകയും ചെയ്യുന്നവർ. ഇങ്ങനെ ഒരു വിഭാഗമുണ്ട്. 2ാമത്തെ വിഭാഗം സച്ചരിതരായ അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ പോലും സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ച പല ഹദീസുകളെയും നിഷേധിക്കുന്നതിലൂടെ മുസ്ലിം ഉമ്മത്തിനെ ദീനിൽ നിന്ന് അകറ്റി മതനിരാസത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർ. ഈ 2 വിഭാഗം നമുക്കിടയിലുണ്ട്. ഇസ്ലാം നമുക്ക് അള്ളാഹു തന്ന മതം തൃപ്തിപ്പെട്ടു. ഇനി നമ്മൾ മരിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, റാളിയത്തും മർളിയത്തുമാകണം. എന്താ മാർഗം? പഠിക്കലേ മാർഗമുള്ളൂ, പഠനവിധേയമാക്കലേ മാർഗമുള്ളൂ. കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഈ 2 വിഭാഗത്തിൽ, ഈ 2 വിഭാഗം ആളുകളെ നമ്മളെ മുന്നിൽ കാണുമ്പോൾ 3ാമത്തെ ഒരു വിഭാഗമുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം. അതേതാണ്? സ്വഹീഹായ ഹദീസുകളെ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, സലഫു സ്വാലിഹികൾ എങ്ങനെ മനസ്സിലാക്കി, അതേ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിർത്തി ഈമാനും അനുഷ്ഠാനങ്ങളുമെല്ലാം അതിനനുസരിച്ച് ക്രമീകരിച്ച് അവരുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ കഴിയണം. അതിന് പഠിക്കലേ നിർവാഹമുള്ളൂ. കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഖുർആൻ ക്ലാസ്സുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു, പ്രദേശത്ത് നടക്കുന്നു, പരിസരത്ത് നടക്കുന്നു, ഉപയോഗപ്പെടുത്തുക. മറ്റ് സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, പഠന ക്ലാസ്സുകൾ, ആദർശ സമ്മേളനങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച 23-ാം തീയതി മഗ്‌രിബിന് ശേഷം പരപ്പനങ്ങാടി പീസ് ഓഡിറ്റോറിയത്തിൽ ഈ വിഷയകമായി ഒരു ആദർശ സമ്മേളനം നടക്കുന്നുണ്ട്. അവിടെയുള്ള പ്രഭാഷണങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, നോട്ട് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക.